ഇന്നത്തെ വിഭവം ഒരു സ്പെഷ്യൽ കൊങ്കിണി വിഭവമാണ്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവം. വേണമെങ്കിൽ നമ്മുടെ അച്ചാറുമാരിയെന്നോ അല്ല എങ്കിൽ കറിയായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നോൺചെ എന്നാണ് ഈ വിഭവത്തിൻ്റെ പേര്. അപ്പോൾ നോൺചെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പാവയ്ക്ക എടുത്ത് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ടുണ്ട്. ഉപ്പേരിക്കൊക്കെ കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്തത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് ഇതിനെ നന്നായി കൈകൊണ്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കുക. ഉപ്പല്ലാതെ വേറെ ഒന്നും തന്നെ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ വയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്കൊരു 5 ചുവന്ന മുളകും 5 കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഞാനിതൊരു മീഡിയം എരിവിലാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു കറി പോലെയോ അച്ചാർ പോലെയോ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കൊങ്കിണി വിഭവമാണ് നോൺചെ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളകിൻ്റെ അളവ് കൂടുതലിടാം. ഇത് നന്നായി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പാത്രം ഒന്ന് മാറ്റി വയ്ക്കാം. ആ എണ്ണ അതിൽ തന്നെ ഇരുന്നോട്ടെ. അതിൽ എണ്ണ ഉണ്ട്. എണ്ണയിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കടുകിനെ കൂടി പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്തി കൊടുക്കാം. ജസ്റ്റ് ഇത് രണ്ടും ഒന്ന് ചൂടാവണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ കായപ്പൊടി ഒന്ന് നന്നായി ചൂടാവട്ടെ. 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. 1 മിനിറ്റോളം ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായി വയ്ക്കാം. ഈ തണുത്തതിന് ശേഷമാണ് ഇതിലുള്ള അടുത്ത പ്രോസസ്സ്. ഇനി ഇതിനാവശ്യം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ്. ഈ പുളിയിൽ കുരുവൊക്കെ ഉണ്ട് കേട്ടോ വാങ്ങിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും. അപ്പോൾ അതാ തണുത്തിട്ടുണ്ട് നമ്മുടെ മുളകൊക്കെ. അതിനെ ഞാനിതാ മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടെന്നുള്ളവർക്ക് കൂടുതൽ മുളക് ചേർക്കാം. ഇനി അതിലേക്ക് ആ പുളി പിഴിഞ്ഞ് വേസ്റ്റ് ഇല്ലാതെ പുളിയുടെ വെള്ളവും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ ഇങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് പുളിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടും ചെയ്യാം. എന്നിട്ട് ഒട്ടും തരിയില്ലാത്ത പോലെ നന്നായി അങ്ങോട്ട് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരിഞ്ഞു കിട്ടണം എന്നാണ് പറയുന്നത്. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കേണ്ട സാധനം കണ്ടോ, നല്ല പെർഫെക്റ്റായി അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കടുകും കായും കൂടിയുള്ള ആ മിക്സിനെയും കൂടി ചേർത്ത് 1 മിനിറ്റിൽ താഴെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇതിന് ഒരുപാട് നേരം അരക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂട്ട്. ഇനിയിപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പാവയ്ക്ക എടുത്തിട്ട് നമ്മൾ നല്ല ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് വറുത്തെടുക്കുക. നമ്മളെ കായൊക്കെ വറുക്കുന്ന പോലെ തന്നെ നന്നായി വറുത്തെടുക്കുക. കുറച്ച് ടൈം എടുത്തിട്ട് മാത്രമേ ഇത് വറുത്ത് കിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടില്ല. കുറച്ച് ടൈം എടുത്തിട്ട് വേണം വറുക്കാൻ. പക്ഷേ ഇങ്ങനെ വറക്കുമ്പോൾ എണ്ണയൊന്നും അധികം കുടിക്കുന്നൊന്നുമില്ല. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക, ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കട്ട പിടിക്കാതിരിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഇതാ ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ, സൈഡത്തേക്ക് ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ ആവട്ടെ. എല്ലാം ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഫുള്ളായിട്ട് ഇതേപോലെ വറുത്തെടുത്ത് വയ്ക്കാം. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കയ്പ്പയ്ക്ക് ഇങ്ങനെ വറുത്തിട്ട് ഇതിൽ കുറച്ച് മുളകൊക്കെ എടുത്ത് ഇതാക്കി കഴിഞ്ഞാൽ വെറുതെ കഴിക്കാനും നന്നായിരുന്നു. ഇത് ഫുള്ളായി വറുത്ത് വരാം. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സിനെ ഒരു പാത്രത്തിലേക്ക്, കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുളകിൻ്റെ മിക്സിനെ അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്യുക. ഇതിനെ ഒന്ന് തിളപ്പിക്കണം. അതുകൊണ്ടാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഇളക്കാം. അപ്പോൾ ഭയങ്കര ലൂസാവരുത്. ഇത് ഒരുപാട് ലൂസാവേണ്ട, ഒരുപാട് തിക്കുമല്ല. കുറച്ച് ലൂസാക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിക്കണം. ഇത് ഈ കൊങ്കിണികൾ അച്ചാർ പോലെയൊക്കെയാണ് വയ്ക്കുക. പക്ഷേ ഇത് അധിക ദിവസം വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഒരു 2 ദിവസമേ വെക്കാൻ പറ്റുള്ളൂ. ഇതിനി നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നന്നായി കുക്കാവുന്നുണ്ട്. ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട്. ഇപ്പം ഇതാ പെർഫെക്റ്റായിട്ട് കുക്കായ പോലെയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നന്നായി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി താഴ്ത്തി ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റോളം മാത്രമേ ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി. ഇനി ഇത് ഓഫ് ചെയ്യണം. നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അടുത്ത സാധനം കുറച്ച് എണ്ണ ഒഴിക്കുക. എല്ലാറ്റിനും നല്ലെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി കടുകും കൂടി പൊട്ടിക്കുക.
കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സിനെ നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പാവയ്ക്ക് അതിൽ ചേർക്കാൻ പാടുള്ളൂ. ചൂടോടുകൂടി ഒരിക്കലും ചേർക്കരുത്, അത് തണുക്കട്ടെ. അപ്പോൾ ഇതാ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ആ പാവയ്ക്ക് അതിൽ ഇട്ട് കൊടുക്കുക. ഇത് ആവശ്യത്തിന് എരിവും പുളിയും ഉള്ള ഒരു ഡിഷാണ് കേട്ടോ. ഇത് കൂട്ടിയിട്ട് വെറുതെ ചോറും ഇതും കൂടി കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റായിരുന്നു കഴിക്കുമ്പോൾ. കാരണം ഞാനിതൊരു മിതമായ എരിവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു കറി പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഈ കയ്പ്പയ്ക്കൊക്കെ നന്നായി കഴിക്കാൻ പറ്റി. അപ്പോൾ ഇതാ നമ്മുടെ നോൺചെ റെഡി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പാവയ്ക്കൊക്കെ കിട്ടുമ്പോൾ പാവയ്ക്ക നോൺചെ, കൊങ്കിണികളുടെ സ്വന്തം വിഭവം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. ഇന്നത്തെ ഈ വിഭവം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം.